ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സൈഡ് ഡിഷ് റെസിപ്പിയുമായിട്ടാണ്. ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചൈനീസ് വിഭവമായ ഷെസ്വാൻ പ്രോൺസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാം ചെമ്മീൻ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 വറ്റൽമുളക് 2 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റുക. ഇനി വറ്റൽമുളക് ചേർക്കുക. ഇതും നന്നായി വഴറ്റുക. ഇനി അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് വഴറ്റിയെടുക്കുക. റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം. ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സോയാ സോസ് ചേർക്കുക. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. പഞ്ചസാര ചേർക്കുക. ഇത് നന്നായി യോജിപ്പിക്കുക. വിനീഗർ ആഡ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ചെമ്മീൻ നന്നായി വേവിച്ചെടുക്കുക. ഇതിടയ്ക്കിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കോൺഫ്ലവറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്യുക. ഇത് കടായിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നല്ല അട്രാക്റ്റീവ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഗ്രേവിക്ക് ഇത്ര തിക്നെസ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷെസ്വാൻ പ്രോൺസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു മിക്സഡ് ഫ്ലേവർ ആണ് ഈ ഒരു റെസിപ്പിയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. See you soon. Bye bye.